ഇൻഫർമേഷൻ ഏജ് എന്നുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ലോകക്രമത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായിക്കൊണ്ട് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ലോകത്ത് നടന്നിട്ടുള്ള ഒരുപാട് വിപ്ലവങ്ങളുടെ ഐക്യത്തിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത്. അറബ് ലോകത്ത് നടന്ന മുല്ലപ്പൂ വിപ്ലവം പോലെ, ഹോങ്കോങ്ങിൽ നടന്ന അംബർല വിപ്ലവം പോലെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഇറാനിയൻ വിപ്ലവം പോലെ ഒക്കെ തന്നെയും യുവാക്കൾക്ക് ലോകത്തൊരുപാട് വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് നമ്മുടെ യുവ സമൂഹം വളരെ ദേശീയനികമായ ഒരു മരവിപ്പ് ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അത്തരം മരവിപ്പിൽ നിന്ന് നമ്മൾ ഉയർന്നുകൊണ്ട് ദേശീയനികമായ മുന്നേറ്റത്തിന് വേണ്ടി, വിജ്ഞാനത്തിനധിഷ്ഠിതമായ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി നമുക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരമൊരു ചിന്തകൾ യുവാക്കൾക്കിടയിൽ ഇട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ഇന്ത്യ രാജ്യത്തെ പോലുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും യശസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് കാലങ്ങളോളം കാത്തു സൂക്ഷിക്കുവാൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് അരാഷ്ട്രീയവൽക്കരണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധം അനിവാര്യമാണെന്ന് കാലക്കൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശാക്തീകരണത്തിന് ഇവിടെ വെളിച്ചം വീശിയത്. നമ്മുടെ നാനാൻമുഖമായ മേഖലയിലുള്ള എല്ലാ ശാക്തീകരണത്തിനും അനിവാര്യമായി നമുക്കുണ്ടാവേണ്ടത് ഒരു പൊളിറ്റിക്കൽ എംപവർമെൻ്റാണ്. ആ രാഷ്ട്രീയ ശാക്തീകരണം ഇവിടത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായിക്കൊണ്ട് അവിവിധമായി ഒന്നും നേടാതെ നമ്മളിവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ ഹരിത പതാകയുടെ കീഴിൽ നമ്മൾ അണിനിരന്നപ്പോൾ ഈ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തൊഴിൽ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെയും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തെ, ഈ ഇന്ത്യ ചരിത്രത്തിലെ അത്ഭുതങ്ങളാണെന്ന് നമുക്കറിയാൻ സാധിക്കും. അത് നമ്മൾ വിവേകത്തോടുകൂടി സമാധാനത്തിൻ്റെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോയതുകൊണ്ട് നമുക്ക് കൈവരിക്കാൻ സാധിച്ചതാണ്. അതിനിടയിലാണ് ഇവിടെ പല പ്രസ്ഥാനങ്ങളും ഇവിടെ തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടിയും വർഗീയവാദം വളർത്തുന്നതിന് വേണ്ടിയും ഇവിടെ ഉയരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ തന്നെയും കേരള സമൂഹം അതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചതെന്ന് ഇവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അത്തരത്തിലുള്ള ബോധം സമൂഹത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം അത് കാലങ്ങളോളം എന്നും അതിൻ്റെ കാലിക പ്രസക്തമായ രീതിയിലാണ് എന്ന് കാലത്തോട് വിളിച്ചു പറയാൻ യുവാക്കൾ നടത്തുന്ന ഈ ഒരു പ്രയാണം തികച്ചും ചാരിതാർത്ഥ്യമുണർത്തുന്നതാണ്. ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. പ്രിയങ്കനായ സുഹൃത്ത് നജീബ് കാന്തപുരം, അതുപോലെ അൻവർ പോലുള്ള നേതാക്കന്മാരൊക്കെ തന്നെയും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഒരു യാത്രയുടെ ഭാഗമായി പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതൊരു കേവലം ഒരു യാത്രയായി മാറാതെ ഈ ഒരു സന്ദേശം കാലങ്ങളോളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇനിയും തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശമായിക്കൊണ്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമോചന ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.